തൻ്റെയൊക്കെ ജീവിതാവസ്ഥയിൽ രോഗങ്ങളെ മാറ്റി നിർത്തി മലയാളികൾക്ക് ആ ചെറു പുഞ്ചിരി കൊടുത്ത് റീൽസ് ചെയ്യും അവർ, ഒരമ്മയും മോനും. ഇഷ്ടപ്പെട്ട സിനിമാടനാരാ? ലാലേട്ടൻ. നീ എന്തിനാണ് പ്രസവിച്ചത്, അതുകൊണ്ടല്ലേ നിനക്കും നിന്റെ കൊച്ചിനും അതുപോലെ വന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് കുറേ ഇതുപോലത്തെ നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നശിച്ച ജന്മം, കാണാൻ അറപ്പ് തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു, നാണയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരെ കളിയാക്കുമായിരുന്നു. പുള്ളിമാൻ എന്നാണ് എന്നെ വിളിച്ചോണ്ടിരുന്നത്. ആ സമയത്തൊക്കെ വിഷമായിരുന്നു. എൻ്റെ ഉമ്മ എന്നെ കുഞ്ഞിലേക്ക് എന്നെ പുറത്ത് കൊണ്ട് ഉമ്മാക്ക് ഭയങ്കര മടിയാണ്. കാരണം എന്നെ എല്ലാവരും നോക്കുന്നുണ്ട്, ഉമ്മാക്കൊരു വിഷമം. എന്നെ ഇങ്ങനെ ഒരു അത്ഭുത ജീവി അല്ലെങ്കിൽ എന്തോ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന കണക്ക് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഉമ്മാക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. തീ വന്നിക്കൊണ്ട് ഇങ്ങനെ പൊള്ളിയതൊക്കെയാണോ എന്നിട്ട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, ജന്മനാ ഉള്ളതാണ്. ഉമ്മയുടെ ഉമ്മ, എൻ്റെ ഉമ്മ, എനിക്ക് ഇപ്പം എൻ്റെ മോന് ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വന്നു തുടങ്ങി. അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പം ഇന്നൊരു തുടർന്ന് ഒരു ട്രീറ്റ്മെൻറ്റിനോട് താല്പര്യമില്ല. ഇനി ആ കുട്ടി ഇതുപോലെ ജനിച്ച് ആ കുട്ടി പുറം ലോകം അറിയേണ്ട കുട്ടിയല്ലേ, അപ്പം നീ എന്തിനാണ് കല്യാണം കഴിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുത്തതെന്നാണ് എൻ്റെ ചോദിച്ചത്. മോന് വരത്തില്ലെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ശരിക്കും ചങ്ക് പൊട്ടിയില്ലേ വിഷ്ണു? ഒരുപാട് കമന്റ് വന്നപ്പോഴൊക്കെ ഞാൻ നിർത്താൻ വേണ്ടി പറഞ്ഞു അവളുടെ അടുത്ത്. എന്നുവെച്ചാൽ സഹിക്കാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രണയവിവാഹമായിരുന്നു എന്റെ മോനെ. എനിക്ക് പണ്ട് തൊട്ടേ എൻ്റെ ഒരു മനസ്സിലാഗ്രഹമാണ് ഒരു അടക്കം ഒതുക്കമായിട്ടുള്ള ഒരു കൊച്ചിനെ സ്നേഹിച്ച് കല്യാണം കഴിക്കണം. വാപ്പ ഞങ്ങളെ നല്ല രീതിയിൽ അടിച്ചാണ് വളർത്തിയത്. വാപ്പയുടെ അടിയുടെ ചൂട് ഇപ്പോഴും സത്യം പറഞ്ഞ് ഞാൻ അത് പേടിച്ചിട്ടാണ് ഇക്കടെ കൂടെ പോയത്. ഞാൻ ഇറങ്ങിപ്പോയി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്, വെറൈറ്റി മീഡിയ ന്യൂ ചാറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിന്നോടൊപ്പം ഉള്ളത് ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബറാണ്. എന്തോ ആളുടെ ചിരി കണ്ട എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. തൻ്റെയൊക്കെ ജീവിതാവസ്ഥയിൽ രോഗങ്ങളെ മാറ്റി നിർത്തി മലയാളികൾക്ക് ആ ചെറു പുഞ്ചിരി കൊടുത്ത് റീൽസ് ചെയ്യും അവർ, ഒരമ്മയും മോനും. കാണാൻ ഭയങ്കര രസമാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ബിസ്മി നമസ്കാരം. നമസ്കാരം. കുട്ടാപ്പി നമസ്കാരം. ഹാപ്പി അല്ലേടാ? എന്നാ അടിപൊളി റീലാണ് നീ ചെയ്യുന്നേ. സൂപ്പർ റീൽസാണ് ചെയ്യുന്നത്, വീഡിയോ ഉമ്മയുടെ കൂടെ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇവരുടെ റീല് ഏതായിരിക്കും വൈറലായെന്ന്. ഒരുപാട് മലയാളികൾ ഇഷ്ടപ്പെട്ട ഒരു ഉമ്മയും മോനും ചെയ്ത റീലുണ്ട്, ഞാൻ കാണിക്കാം അല്ലേ? അപ്പോൾ 2 മില്യൺ ജനങ്ങൾ ഏറ്റെടുത്ത ആ വീഡിയോ ഒന്ന് കണ്ടാലോ? എന്നാ അഭിനയമാ ഇതൊക്കെ. ആരാ പഠിപ്പിച്ചു തന്നത് ഇങ്ങനൊക്കെ ചെയ്യാൻ? ഉമ്മച്ചിയെ പഠിപ്പിച്ചു തന്നല്ലേ? പേരെന്തോ കുഞ്ഞിന്റെ? അൽസഫ്. ആ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 1ാം ക്ലാസ്. സ്കൂളിലൊക്കെ ഫാൻസ് ഉണ്ടോ? ഫാൻസ് ഉണ്ടല്ലേ? 1ാം ക്ലാസ് അല്ല, UKG LKG ആണ്. ആ, പക്ഷെ നമ്മൾ പറയുമ്പോൾ 1ാം ക്ലാസ്സിൽ അങ്ങ് പറയാമല്ലേ? ഞാനൊരു കാര്യം നിന്നെ പറ്റി കേട്ടു, ശരിയാണോ? നീ അടിപൊളി ഒരു പാട്ട് പാടുമെന്ന് കേട്ടു, ശരിയാണോ? അപ്പൊ നമുക്കൊരു പാട്ട് പാടിത്തരാമോ? ഞാനൊരു ഗിഫ്റ്റ് തരാം. ഓക്കെ? ഹാപ്പി അല്ലേ? ആ, എന്നാ ചാമ്പിക്കോ. മനസ്സ് വെറുതെ താനി മാറിയുള്ള നിന്റെ ഓർമ്മയാലേ 100 പൊന്നിനാവിന്നിലാവേ നീ പൂവൽ പോലെ കാറ്റിൽ വന്നേ എൻ്റെ തൊട്ട് നീ ജീവനെ. കണ്ടോ, ഇത്രയും പേര് കൈ അടിച്ചതിന്റെ അർത്ഥം എന്തുവാ? അടിപൊളിയായിട്ട് നീ പാടി. ഗിഫ്റ്റ് തരട്ടെ? അതിനു മുമ്പ് ഈ പാട്ട് ആരാ പഠിപ്പിച്ചത്? അപ്പൊ മോന്റെ പാട്ട് കേട്ട് ബിസ്മിയും പാടുമെന്ന് നമുക്കറിയാം. ഇനി അമ്മയും മോനോട് ഒരുമിച്ച് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? ഏത് പാട്ടാ?
ആ ഓക്കെ പാടാം. തകർക്ക്. 1 2 3 സ്റ്റാർട്ട്. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ആ ഉമ്മയും കൂടെ വന്നപ്പോൾ പ്രത്യേക എനർജി അല്ലേ? ഏറ്റവും സപ്പോർട്ട് ആരാ, ഉമ്മയാണോ ബാപ്പയാണോ? ബാപ്പയല്ലേ? അത് നിന്റെ മുടി കാണുമ്പോൾ നമുക്കറിയാം. ഹെയർ സ്റ്റൈലൊക്കെ ഇട്ട്. ഇഷ്ടപ്പെട്ട സിനിമ നടൻ ആരാ? ലാലേട്ടൻ. ലാലേട്ടനെ പോലെ ഒന്ന് കാണിച്ചേ. ആ അടിപൊളി. ഒരു പാട്ടൂടെ ഞങ്ങളുടെ കുഞ്ഞു മിടുക്കാൻ പാടി കഴിയുമ്പം ഞാൻ ഇതുകൊണ്ട് തലയിൽ വെച്ച് കൊടുക്കുവേ. ഓക്കെ. ചുണ്ടിൽ കറുപ്പൂരം കണ്ണിൽ കിരിമകളെ കിരിമകളെ പഴമുതിയിൽ തോരകളിൽ പാടാവാ കഥ പറയാവാ അല്ലയോ ഇല്ലയോ കൂത്തുരങ്ങു ദൂരെ നിന്നേരോ. ആ ഹാപ്പി അല്ലേ? ആ ഞാൻ തരാവേ. 2 മിനിറ്റ് ഞാൻ തരാം. പിന്നെ എന്തുകൊണ്ട് വിശേഷമൊക്കെ? റീൽസ് ഒക്കെ നിങ്ങൾ ഒരു ഇറങ്ങി പോവല്ലേ? പോവല്ലടാ, ഇവിടെ 2 മിനിറ്റ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിനക്ക് ഒരു കൈയടി തരുന്നത് എന്താ അറിയാവോ? വാക്ക് പറഞ്ഞാൽ പാലിക്കണം അല്ലേ? തരാമെന്ന് പറഞ്ഞാൽ തരണം അല്ലേ? അല്ലെ പറയാൻ പോവല്ലേ? എന്നാ അവിടെ 2 മിനിറ്റ് കഴിഞ്ഞ് തരാം. 2 മിനിറ്റ് ഇല്ലടാ, എന്നാ കൊടുത്തേക്കട്ടെ. തരാം അല്ലേ? വാ. അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പോയിരുന്നു. ആ പിന്നെ ഇനി സീനല്ലേ? കൊടുത്തേക്കാം. ഇനി കലിപ്പ വീട്ടിലിങ്ങനെ ദേഷ്യമല്ലേ? ഇവിടെ വരുമ്പോ മാത്രമേ ഉള്ളൂ, വരുമ്പോഴേ ഉള്ളൂ. എന്നാ വാ ഇനിയും തരാം. വാ ഇനി എന്നെ അടിക്കും തരാം. വാ ഇനി ഞാൻ തരാം. വാ ഇങ്ങോട്ട് നോക്കിക്കേ. ആ ക്യാമറ നോക്കി ഹായ് പറഞ്ഞേ. ക്യാമറ നോക്കി. ഇനി നീ ഞങ്ങൾ സംസാരിക്കും, നീ ആലോചിക്കണം വേറെ പാട്ടുണ്ടോ എന്ന്. ഇതുപോലത്തെ 2 വേറെ തരാം. ഓക്കെ? അത് വേണ്ട, അയ്യോ ഇത് തിരിച്ചു പോകുമ്പോ തിരിച്ചു തരണം. അതല്ല, ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല നിനക്ക്. ആ തരാൻ പറ്റത്തില്ല, തരണം നീ കേട്ടോ. അതിനെ തരാത്തത് ഞാൻ നിനക്ക് തന്ന സാധനം നീ തിരിച്ചു തിരിക്കി തരണ്ടേ? അവനാ സമ്മാനം മേടിച്ചോണ്ടങ്ങ് പോയല്ലേ? അപ്പൊ ഇനി നമ്മൾ കാര്യത്തിലോട്ട് സംസാരിക്കുമ്പം 2 കൊല്ലം മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, ഒരു മേക്ക് ഓവർ അല്ലേ? ഞാൻ ആ വീഡിയോ കണ്ടു, ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ളവരുടെ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ആ വീഡിയോ ഒന്ന് കാണിക്കട്ടെ. ശരിക്കും കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം കേട്ടോ. ശരിക്കും വിസ്മി അങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്യാനുണ്ടായ കാരണം എന്താണ്? കാരണമൊന്നുമില്ല, ഞാൻ ഇതുപോലെ ഇൻസ്റ്റയിൽ ഞാൻ ഇന്ന വീഡിയോസ് ഇട്ട് വന്നിട്ട് സമയത്ത് എൻ്റെ ഒരു ഇത് മേക്ക് ഓവർ അല്ലാതെ ഒരു വീഡിയോ ഇതുപോലെ കയറി റീച്ചായി. ഞാൻ മോനുമായിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അത് റീച്ച് ആയപ്പോഴത്തേക്കും ഇവിടെ തന്നെ എറണാകുളത്തുള്ള ഒരു ചേട്ടനാണ് ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് മേക്ക് ഓവർ ചെയ്യാമോ എന്ന് ചോദിച്ചു ആദ്യം. അപ്പോൾ എനിക്ക് ഫസ്റ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു, എനിക്കൊന്നും അറിയത്തില്ല. കൊളാബ് എന്തെന്ന് പോലെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു, നമുക്കിത് ചെയ്യാം. ബിസ്മി എല്ലാവരും ഒരുപാട് കളിയാക്കിയതില്ല. അപ്പോൾ അതിന് മുന്നേ എനിക്ക് എൻ്റെ ഒരു വീഡിയോ ഒരു കമൻറ്റ് ബോക്സിൽ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്തൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്തിനാണ് പ്രസവിച്ചത്, അതുകൊണ്ടല്ലേ നിനക്കും നിൻ്റെ കൊച്ചിന് അതുപോലെ വന്നത്,
എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് കുറേ ഇതുപോലത്തെ നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനെടുത്ത് എൻ്റെ സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ആ ചേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്തത്. നോക്കണ്ടടാ ഇത് ഞാൻ തന്നെ. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിത് ചെയ്യാം, അപ്പോൾ ബിസ്മിയെ കളിയാക്കിയവരെയൊക്കെ മുന്നിൽ നമുക്കിങ്ങനെ മേക്ക് ഓവർ ചെയ്ത് നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടാ എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല പറ്റൂല, ചെയ്യണ്ട, അത് കുഴപ്പമില്ല, ബിസ്മി ഒന്നും പൈസയോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, എല്ലാം ഞങ്ങൾ എന്നെ ചെയ്തോളാം എൻ്റെ അടുത്ത് പറഞ്ഞു. ബിസ്മി എന്ന് പറയുന്ന വ്യക്തി വന്നാൽ മതി പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ ചോദിച്ചായിരുന്നു, ഇക്കാനോടും ഉമ്മാർത്തും വാപ്പാർക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം സമ്മതിച്ച് അവരെല്ലാം എൻ്റെ വീട്ടിലോട്ട് ട്രിവാൻഡ്രത്തോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്ത് അത് നല്ല രീതിയിൽ, ഞാൻ ആദ്യം ചെയ്ത വീഡിയോനേക്കാളും നല്ല രീതിയിൽ അങ്ങ് റീച്ചായി വൈറലായി. അപ്പോൾ അതിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നശിച്ച ജന്മം, കാണാൻ അറപ്പ് തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു, നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞും ഇതുപോലെ വീണ്ടും ഞാനൊരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും നെഗറ്റീവ് എനിക്ക് അന്ന് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ്, അതിനൊരു കുറവുമില്ല. ആ ഒരു കാര്യത്തിൽ സെയിം പിച്ച് കേട്ടോ, നമ്മൾ രണ്ടും അങ്ങനെ. യൂട്യൂബിലും കിട്ടുന്നുണ്ട്, ഇൻസ്റ്റയിലും കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ യൂട്യൂബിലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചില ആളുകളൊക്കെ ഇങ്ങനൊക്കെ മുഖത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അയ്യോ എൻ്റെ മുഖം വെളിയിൽ കാണിക്കാൻ പറ്റത്തില്ല, നാണം കേടായിരിക്കും, അവരെന്ത് ചിന്തിക്കും. പക്ഷെ അതൊന്നും വില വെക്കാതെ ബിസ്മി ഇറങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക്. കാരണം അങ്ങനെ ഒരാൾ ഇറങ്ങണമെങ്കിൽ അതുപോലൊരു സന്തോഷം, ഇതിനോടൊരു ഇഷ്ടവും കാണും. ശരിക്കും ഇത് ഒരു രോഗമാണോ, അതിനെപ്പറ്റി നമ്മളൊന്ന് വെളിപ്പെടുത്താം. ഇത് രോഗം അല്ല, ഇത് രോഗമായിട്ട് പറയാൻ പറ്റില്ല. എൻ്റെ ഉമ്മാടെ ഉമ്മാക്കൊണ്ട് പാരമ്പര്യമായിട്ട് എൻ്റെ ഉമ്മാക്കൊണ്ട് എനിക്കുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഉമ്മാക്ക് ആദ്യം കുഞ്ഞിലെ ഉമ്മ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു, അതുപോലെ ഉമ്മാടെ ഉമ്മാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഡോക്ടറിനെ അവരും കാണിച്ചിട്ടുണ്ട്, ഇത് മാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഇല്ല, ഇത് പാരമ്പര്യം ആണ്, പിന്നെ ജന്മന കിട്ടിയ ഒരു സംഭവം കൂടെ. അപ്പോൾ ഇത് എന്താണെന്ന് എന്നാൽ രോഗം എന്നൊരു അവർക്ക് അറിയില്ല. അപ്പോൾ എൻ്റെ വാപ്പ എന്നെ കൊണ്ടുപോകാൻ ഇടം ബാക്കിയില്ല, ഒരുപാട് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലായാലും ഹോമിയോ, ആയുർവേദ, പിന്നെ വൈദ്യന്മാരടുത്ത്, അങ്ങനെ എല്ലായിടത്തും ആരെന്ത് പറഞ്ഞാലും എവിടെ എന്ത് പറഞ്ഞാലും അപ്പോൾ അവിടെ ഓടിക്കൊണ്ടുപോകും. എനിക്ക് ഒരുപാട് പൈസ ചിലവാക്കി. അപ്പോൾ എല്ലാവരും പറയുന്ന ഒറ്റ വാക്കാണ്, ഇത് മാറില്ല, ഇതെന്താണ് അസുഖം, പിന്നെ പാരമ്പര്യമാണ്, ജന്മനാ കിട്ടിയതും കൂടെ. ഇടയ്ക്ക് വെച്ചിട്ട് വന്നതാണെങ്കിൽ ഓക്കെ, നമ്മൾ ഒരു ജനിച്ചൊരു 10-15 വയസ്സിൽ വന്നതാണെങ്കിൽ ഓക്കെ, നമുക്ക് ഓക്കെ പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ല, ജന്മനാ കിട്ടിയൊരു സംഭവമാണ്. അതുകൊണ്ട് ഇത് മാറില്ല. പിന്നെ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, കുഞ്ഞിലേക്ക് കല്യാണത്തിനൊക്കെ മുന്നേ എനിക്കൊരു 8-9 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരെ കളിയാക്കുമായിരുന്നു. എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, കുറച്ച് പേര് എന്നെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും കുറച്ച് പേരുണ്ടായിരുന്നു എന്നെ കളിയാക്കാനായിട്ട്. ഒരുപാട് പേര് കളിയാക്കുന്നു. ആ സമയത്തൊക്കെ വിഷമമായിരുന്നു. അവരൊക്കെ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്, പുള്ളിമാൻ എന്നാണ് എന്നെ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ അതിനെ എതിർക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ പോയി വിളിക്കുക. അന്നൊക്കെ ഞാൻ എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് ഞാൻ തിരിച്ച് പറയുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും പോയി വിളിക്കുന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി, കളിയാക്കിയിട്ട് കാര്യമില്ല, കാരണം തിരിച്ച് ഞാൻ മറുപടി കൊടുക്കുന്നവർക്ക് അറിയാം. മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തി അല്ല, ഞാൻ എന്നെ പറഞ്ഞു നല്ല കൊടുക്കും, അതിപ്പോൾ ആരായാലും ശരി. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ +1 +2 ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ചിന്തയില്ല, എനിക്കിതിനെ ഒരു വിഷമവും ഇല്ലായിരുന്നു. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷമമില്ല. പിന്നെ എന്നെ ആരും കളിയാക്കാൻ വന്നിട്ടില്ല, പോവില്ല. മൈൻഡ് ഞാൻ ആ ഒരു ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കാനേ പോവില്ല. പക്ഷെ മുന്നേയൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ആൾക്കൂട്ടമൊക്കെ കാണുമ്പോഴത്തേക്കും ഷോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുനിഞ്ഞൊക്കെയാണ് നടക്കാറ്, വിഷമമുണ്ട്. പിന്നെ ഉമ്മ എന്നെ കുഞ്ഞിലേക്ക് എന്നെ പുറത്ത് കൊണ്ട് ഉമ്മാക്ക് ഭയങ്കര മടിയാണ്. എന്നെ എല്ലാവരും നോക്കുന്നുണ്ട്, ഉമ്മാക്കൊരു വിഷമം, എന്നെ ഇങ്ങനെ ഒരു അത്ഭുത ജീവി അല്ലെങ്കിൽ എന്തോ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന കണക്ക് ഇങ്ങനെ നോക്കുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഉമ്മ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആ ഉമ്മയെ വിളിച്ച് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടല്ലോ, അതാണ് വിസ്മിയുടെ മാറ്റം അല്ലേ? കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിസ്മിയെ മനസ്സിലാക്കുന്നത് ആരാ? ഉമ്മയാ. ഇക്കായുണ്ട്, ഇക്ക മനസ്സിലാക്കിയത് എനിക്കറിയാം കേട്ടോ. കാരണം എന്നാലും ഇക്കായേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഉമ്മയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇരുന്ന് കേൾക്കും. ഞാനിപ്പോ എന്താ തെറ്റാണെങ്കിലും ഞാൻ ചെയ്ത തെറ്റാണെങ്കിലും ഞാൻ ഉമ്മാരത്ത് ന്യായീകരിക്കും. ഉമ്മ ഇരുന്ന് കേൾക്കും, ഉമ്മ എല്ലാം ഇരുന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യും. വിസ്മി ഒരു പാട്ടുകാരിയാന്ന് നമുക്കറിയാം. ഏത് പാട്ട് പാടാനാണ് കൂടുതൽ ഇഷ്ടം? മാപ്പിളപ്പാട്ടാണോ? മാപ്പിളപ്പാട്ട് തന്നെ. ഓക്കെ, നമുക്കത് കേട്ടാലോ? ഓക്കെ. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള
കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിട്ടതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണീ രാജാത്തേ. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തേ. മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തേ ഏതാണീ രാജാത്തേ. അടിപൊളി, ഭയങ്കര രസം കേട്ടോ. എന്തോ ആദ്യം ഞാൻ പറഞ്ഞ പോലെ എന്തോ ഇഷ്ടം തോന്നുന്നു കേട്ടോ. ആ ഒരു ക്യൂട്ട്നെസ്, ചിരി, പാട്ട് എല്ലാം ഉണ്ട്. ഇപ്പം നെഗറ്റീവ് കമൻസ് തുടക്ക സമയത്ത് കുറേ വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴൊക്കെ ഇതിനൊരു മടുപ്പ് തോന്നിയായിരുന്നു, ഇനി ഞാൻ ചെയ്യുന്നില്ല? ഇല്ല, തോന്നിയിട്ടില്ല. ഉമ്മാക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതൊരു കമന്റ് വന്നാലും വാപ്പാടുത്ത് ഇക്കാലത്ത് ഉമ്മാടുത്ത് കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പൊ വാപ്പ ആദ്യം ഉമ്മാക്കല്ലേ മക്കളെ ഇതൊന്നും നിർത്ത്, ഇതിങ്ങനെ ഓരോരുത്തരും പറയല്ലേ, ഇതെന്തിനു കേട്ടിരിക്കുന്നത്. ഏതൊരു ഉമ്മമാരുടെയും ചങ്ക് പടയും മക്കളെയാണല്ലോ വിളിക്കുന്നത്. ഇത് ഇങ്ങനെ പോയി തുടങ്ങിയാൽ നിന്നെ ഇനി ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തുന്നു. ഞാൻ പറയും നിർത്താനല്ല തുടങ്ങിയത് എന്ന്. ഞാൻ ആദ്യം ഞാൻ ഈ യൂട്യൂബ് തുടങ്ങി ഫസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരുന്ന കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ അങ്ങ് ചെയ്ത് അങ്ങ് നിർത്തി. പിന്നെ എനിക്ക് കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ എൻ്റെ ഉമ്മാക്ക് വയ്യാതെ ക്യാൻസർ ആയി. അങ്ങനെ ഹോസ്പിറ്റലും കാര്യമായിട്ട് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കുമാണ് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റില്ല. ഏകദേശം 1 വർഷത്തോളം ഞാൻ ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കണം, വേറെ ഒന്നും ചെയ്യാനില്ല, റീൽസ് മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത് ഞാൻ ചുമ്മാ തുടങ്ങി. ആദ്യം ഫസ്റ്റ് ആയിരുന്നാലും സെക്കൻഡ് ആയാലും ഞാൻ ചുമ്മാ തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഒന്ന് റീച്ചായി തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വാശിയായി തുടങ്ങി. ഇത് എവിടെയെങ്കിലും കൊണ്ടെത്തിച്ചിട്ട് ഇതിനൊരു അവസാനമുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമത് നല്ലൊരു ഇതിൽ ഞാൻ തുടങ്ങിയതാണ്. അപ്പോഴത്തേക്കും എന്നെ ഇതുപോലെ ആദ്യം എല്ലാവരും എന്നോട് ചോദിച്ചത് ഈ മുഖത്ത് എന്താണ്, എന്നെ അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ മുഖത്ത് എന്ത് പറ്റി, അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചു. ആദ്യം ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുമായിരുന്നു. എൻ്റെ മുഖത്ത് ഇങ്ങനെയാണ്, ജന്മന ഉള്ളതാണെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. എത്ര പേർക്ക് കൊടുക്കുമല്ലേ? അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്കായിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ചുമ്മാ ടൈപ്പ് ചെയ്ത് അയക്കാതെ ഒരു വീഡിയോ എടുത്ത് നീ ഇങ്ങനെ അപ്ലോഡ് ചെയ്യ്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് എന്താണ് സംഭവം ആദ്യം മുതൽ അവസാനം വരെ ഞാനൊന്ന് പറഞ്ഞിട്ട്. അതിലെന്തോ വീഡിയോ പറയുന്നത് നമുക്ക് കാണാത്ത പ്രേക്ഷകർക്ക് ഒന്ന് പറയാമോ? അതിൽ ഇത് തന്നെയാണ് പറയുന്നത്, ജന്മന എനിക്ക് കിട്ടിയൊരു സംഭവമാണ്. ഇതെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത് എന്ത് പറ്റി, ഇതെന്താണ് ഇങ്ങനെ, ഇനി വെള്ളപ്പാണ്ടാണോ വല്ല ചൊറിച്ചലാണോ അല്ല തീ വന്നിക്കൊണ്ട് ഇങ്ങനെ പൊള്ളിയതൊക്കെയാണോ എന്നിട്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, ജന്മന ഉള്ളതാണ്. ഉമ്മയുടെ ഉമ്മ, എൻ്റെ ഉമ്മ, എനിക്ക് ഇപ്പം എൻ്റെ മോന് ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വന്നു തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഇന്നൊരു തുടർന്ന് ഒരു ട്രീറ്റ്മെൻറ്റിനോട് താല്പര്യമില്ല. ഇത് തന്നെയാണ് ഞാൻ അതിലും പറഞ്ഞത്. അപ്പോൾ അത് കയറി യൂട്യൂബിൽ നല്ല രീതിയിൽ വൈറലായി. ഒരു 5-6 ലക്ഷത്തോളം ആൾക്കാർ കണ്ട്. അതും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ കാണിച്ച ധൈര്യം. അത് നല്ല രീതിയിൽ അങ്ങ് വൈറലായി. അപ്പോൾ അതോടെയാണ് എൻ്റെ യൂട്യൂബ് വളരാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് വരാൻ തുടങ്ങി. സഹതാപത്തിന് വേണ്ടിയിട്ടാണ് നീ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്, സഹതാപം കൊണ്ടുള്ള പണം കൊണ്ടാണ് നീ കഴിക്കുന്നത്, നാണമില്ല, എനിക്ക് ഇറങ്ങി പൊയ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ വരുമായിരുന്നു. ഇപ്പം തന്നെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻസ് ഇടുമായിരുന്നു. ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും ഇടി മോളെ നീ നിർത്ത്. അപ്പോഴും നമ്മൾ നിർത്തുന്നില്ല, കാരണം നമ്മുടെ ലക്ഷ്യം ഇതല്ല. വിളിക്കുന്നവർ വിളിക്കും. എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റുകൾ കൂടും തോറും നമ്മുടെ ഉള്ളിൽ എന്നും തങ്ങുന്ന ചില കാര്യങ്ങൾ കാണും, ചില വാക്കുകൾ കാണും വേദനിപ്പിക്കുന്നത്. അങ്ങനെ ഏതൊരു നിരാശപ്പെടുത്തിയ കമൻറ്റുകളുണ്ടോ? ഉണ്ട്. ഒന്ന് പറയാമോ? അത് നേരത്തെ പറഞ്ഞ കമൻറ്റാണ്. എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും വന്ന ഈ ഒരു കമൻറ്റാണ്. നിനക്ക് നാണമില്ല, നീ എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം ജനിച്ചത്, നിൻ്റെ ഉമ്മ നിന്നെ എന്തിനാണ് പ്രസവിച്ചത്, അതുകൊണ്ടല്ലേ നിനക്കും ഇങ്ങനെ വന്നത്, നീ എന്തിനു കല്യാണം കഴിക്കാൻ പോയി, അതുകൊണ്ടല്ലേ നിന്നെ പോലെ ആ കുട്ടിക്ക് ഉണ്ടായത്, ഇനി ആ കുട്ടി ഇതുപോലെ ജനിച്ച് ആ കുട്ടി പുറം ലോകം അറിയേണ്ട കുട്ടിയല്ലേ, അപ്പം നീ എന്തിനാണ് കല്യാണം കഴിച്ചൊരു കുഞ്ഞിന് ജന്മം കൊടുത്തതെന്നാണ് എൻ്റെ ചോദിച്ചത്. അത് ഇൻസ്റ്റയിൽ എൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഇവർക്കുള്ള മറുപടി എന്തോ വിസ്മയ കൊടുക്കുന്നേ? ഞാൻ വളർന്നു, എൻ്റെ ഉമ്മ വളർന്നു, എൻ്റെ ഉമ്മയുടെ ഉമ്മ വളർന്നു. ഞങ്ങളെ അങ്ങനെ മാറ്റി അങ്ങനെ നിർത്തിയിട്ടില്ല. ഞങ്ങൾ ഒരിടത്തും കളിയാക്കിയിട്ടുണ്ട്, ഞങ്ങളെ കേൾക്കുകയും കളിയാക്കിയിട്ടുണ്ട്, കേൾക്കാതെ ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളതേ ഉള്ളൂ. പക്ഷേ ഞങ്ങളെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ വരുന്നു, ഇപ്പോൾ ഞാൻ ഈ വെറൈറ്റി വീഡിയോ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കഴിവ് എൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ അവനും
എന്നെ പോലെ വളർന്നങ്ങ് പൊയ്ക്കോളും. അതായത് തോൽക്കാൻ എനിക്ക് മനസ്സില്ല. അവൻ ഞാൻ എങ്ങനെയാണോ വളർന്നത് അതുപോലെ അവനെ ഞാൻ വളർത്തിയെടുക്കും. അതെ. ഇപ്പം ബിസ്മി പറഞ്ഞു സ്ത്രീകൾക്ക് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരു മോൻ ജനിച്ച സമയത്ത് തോന്നിയിരുന്നോ വരുമെന്നിങ്ങനെ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം സ്ത്രീകൾക്കല്ലേ, എൻ്റെ ഉമ്മയുടെ ഉമ്മാക്ക് എനിക്ക് അങ്ങനെ 3 പേർക്കല്ല. ഞാൻ അപ്പം എനിക്കൊരു മോൻ ജനിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു, ഇതിവിടെ വെച്ച് അവസാനിച്ച് ഇനി വരില്ല എന്ന്. പക്ഷെ ഇവൻ ജനിച്ചപ്പോഴത്തേക്ക് ഇവൻ നല്ല കറുപ്പായിരുന്നു, നല്ല കറുത്തിട്ടായിരുന്നു. കണ്ണ് മാത്രം ഉണ്ടായിരുന്നു, അല്ലാതെ ഇവൻ്റെ ദേഹത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരു വെള്ള കളറിൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് പോലെ ഇരുന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇത് അമ്മയെ പോലെ വരും എന്നെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും വിശ്വസിച്ചില്ല. ഉമ്മാക്ക് വിഷമമായിരുന്നു, മക്കളെ നിന്നെ പോലെ വരുമോ എന്ന് പറഞ്ഞു. ഞാൻ പറയില്ല ഉമ്മ, അവനങ്ങനെയൊന്നും വരൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അത് കഴിഞ്ഞ് പിന്നെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും കൊണ്ടുപോകുമ്പോഴും കുട്ടികളെ ഡോക്ടറിനെ കാണിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. അപ്പോഴും നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മയെ പോലെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല, വരൂല എനിക്ക് ഉറപ്പായിരുന്നു വരൂല എന്ന്. അങ്ങനെ ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇത് ഇവിടെ ഒരു കുത്താണ്, നല്ല മങ്ങിയ കളറിൽ ചെറുതായിട്ടൊരു പൊട്ട് പോലെ വന്നിട്ടുണ്ട്, ബ്ലാക്ക് കളറിൽ. അങ്ങനെ പിന്നെ ഒരു 2-3 ദിവസം കൂടുന്തോറും ചെറുതായിട്ട് അവിടെ ഇതുപോലെ നിറച്ചുമല്ല, ചെറുതായിട്ട് അവിടെ ആയിട്ട്. ഇപ്പോൾ 5 വയസ്സായപ്പോഴത്തേക്ക് അവന് എന്നെ പോലെയായി. അപ്പോൾ അവന് ഒരുപാട് ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് തന്നെ PRS, കിംസ്, മെഡിക്കൽ കോളേജ്, അങ്ങനെ പറയേണ്ട 5-6 ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഒറ്റ വാക്കാണ്, ഇത് മാറില്ല. നമ്മളെ മോന് വരത്തില്ലെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ശരിക്കും ചങ്ക് പൊട്ടിയില്ലേ വിഷ്ണു? എനിക്ക് ആദ്യം ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാനേ പോവില്ല. അവൻ സൈക്കിളിൽ കൂടെ വളർന്നങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇതായിരുന്നു. അവന് കൊടുക്കാനുള്ള സന്തോഷം നമ്മൾ കൊടുക്കും. എന്നേക്കാളും ഇതായിരുന്നു ഇക്ക. ഞാൻ ആദ്യം വിഷമപ്പോൾ ഇക്ക പറഞ്ഞ് നീ എന്തിനാ വിഷമിക്കണേ, അവൻ നിന്നെപ്പോലെ അങ്ങ് സൈഡിൽ വളർന്ന് പൊക്കോളും എന്ന് ഇക്കായ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമം ഉമ്മാക്കും വാപ്പാക്കായിരുന്നു. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ സ്നേഹിക്കുന്നത് എൻ്റെ മോനെയാണ് ഉമ്മായി വാപ്പായി നല്ല വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പ്രണയവിവാഹമായിരുന്നു? അതെ. എൻ്റെ മോനെ ആ ഒരു പ്രണയം എങ്ങനെയായിരുന്നു? പ്രണയം ഞാൻ +1 പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമേ എന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് ആളെ അറിയില്ലായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിച്ചിരുന്നപ്പോഴത്തേക്കും എന്നെ ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ റോഡിൽ കൂടെ നടന്നു വരായിരുന്നു. അപ്പോൾ ഇക്കായും ഇക്കാടെ ഒരു കൂട്ടുകാരും കൂടെ റോഡ് സൈഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇക്കാടെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിനെ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ വിചാരിച്ച ഇക്കായിരിക്കും ആ കുട്ടിയെ കളിയാക്കിയത്. ഞാൻ ഇക്കടെ മൂത്തേക്ക് പൊട പട്ടിയെന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് ഒരു പട്ടിയുടെ ബന്ധത്തിൽ തുടങ്ങിയ പ്രേമം. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ആളെ. ഞാനത് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്താണ്. എനിക്കറിഞ്ഞൂടെ ആളായിരുന്നു. അപ്പോഴത്തേക്കും എന്നെ എന്തോ തിരിച്ചെന്നെ തെറി വിളിക്കാനായിട്ട് എൻ്റെ പുറകെ വന്നു. പക്ഷെ എന്നെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും എനിക്കറിഞ്ഞില്ല. പക്ഷെ ഞാൻ പോടാ പട്ടി എന്ന് വിളിച്ച് ഇക്കാനെ പറഞ്ഞു. എനിക്കത് ഓർമ്മയില്ല ആ ഒരു കാര്യം. ഞാൻ ഇക്കടെ മൊത്തം പൊടാ പട്ടി എന്ന് വിളിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അങ്ങനെ നടന്നു പോയി. അപ്പൊ ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു ഇഷ്ടത്തോടെ തോന്നിയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ എനിക്കല്ല. അങ്ങനെ ഒരു +1 ഒക്കെ ആയപ്പോഴത്തേക്കും എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു വന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, ഞാൻ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് വന്നു, ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് വീട്ടിൽ. കൂട്ടുകാരൻ വലിഞ്ഞു കാണും. കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, ഒരാൾക്ക് അറിഞ്ഞൂടാ. വീട്ടിൽ ഒറ്റയ്ക്ക് വന്ന് വാപ്പാടയിൽ ചോദിച്ചു, എനിക്ക് നിങ്ങളെ മോളെ ഇഷ്ടമാണ്. അപ്പം പേടിച്ചില്ലേ ബിസ്മി? എനിക്ക് പേടി, എനിക്ക് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക വന്ന് വീട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്ക നമ്മുടെ ചെറിയൊരു ബന്ധുവാണ്, അടുത്തതല്ല, കുറേ അകന്ന ബന്ധുവാണ്. അങ്ങനെ തിരക്ക്. അങ്ങനെ ഇക്ക വന്ന് ഇക്കയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ലത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വന്ന് തുറന്നങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കയുടെ പേര് സനു എന്നാണ്, വെറും സനു പേര് സനു. പാപ്പായും അണ്ണനെ, എനിക്കൊരു ചേട്ടനുണ്ട്, ഞാൻ അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അണ്ണനെയൊക്കെ പോയി തിരക്കി, അരക്കേണ്ടത് പോയി തിരക്കി. സനോഫർ എന്നാണ്. സനു വേറെ, സനോഫർ വേറെ. ഉണ്ട്. അപ്പൊ അവിടെ പോയി തിരക്കിയപ്പോഴത്തേക്കും ആ സനോഫറിനെ പറ്റിയാണ് വാപ്പായും അണ്ണനൊക്കെ അറിയാൻ തുടങ്ങിയത്. ഡീറ്റെയിൽ ആയിട്ടൊക്കെ തിരക്കിയപ്പോഴത്തേക്കും അവർക്ക് താല്പര്യം ഇല്ലാതെ ആയി. ഉമ്മാക്കും വാപ്പാക്കൊക്കെ വേണ്ട, ഇത് നമുക്ക് പറ്റി അറിഞ്ഞല്ലോ, വേണ്ട എന്നൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഈ സനുവിന് ചങ്ക് കിടന്ന് പൊട്ടുവാ. പക്ഷെ എനിക്ക് ഞാൻ വാപ്പായുമായി വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, കുഴപ്പമില്ല. അങ്ങനെ ഒരു 1-2 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും വീട്ടിൽ വന്നു, സ്കൂളിൽ വന്നു.
എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ മറക്കാൻ പറ്റൂല. ഒന്നുകൂടെ എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, സമ്മതിക്കൂല, വാപ്പ സമ്മതിക്കില്ല, വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും. എന്നിട്ട് ഞാൻ +2 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ നല്ലവരായ നാട്ടുകാരും എൻ്റെ അണ്ണൻ്റെ നല്ലവരായ ഫ്രണ്ട്സും വന്നിട്ട് ഇക്കയെ പറ്റി നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഇക്ക ചെയ്യാത്ത കാര്യവും ചെയ്ത കാര്യവും കുറച്ചുകൂടെ കൂട്ടി കിഴച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇക്ക ചെയ്യാത്ത കാര്യം എല്ലാം കൂടി ഇക്കരെ മണ്ടേ കൊണ്ടങ്ങ് ഇട്ട് കൊടുത്തു. അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് വാപ്പാക്കും തൃപ്തിയായി. അങ്ങനെ വാപ്പ ഇല്ല, വാപ്പ അങ്ങ് തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ വാപ്പ എൻ്റെ അണ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ വന്നു കഴിഞ്ഞ് ഞാൻ അവളെ റൂം അടച്ചിട്ട് ഞാൻ അവളെ അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പ ഞങ്ങളെ നല്ല രീതിയിൽ അടിച്ചാണ് വളർത്തിയത്. വാപ്പ അടിയുടെ ചൂട് ഇപ്പോഴും അങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ അത് സത്യം പറഞ്ഞ് ഞാൻ അത് പേടിച്ചിട്ടാണ് ഇക്കടെ കൂടെ പോയത്. ഞാൻ ഇറങ്ങിപ്പോയി. ശരിക്കും ഉണ്ടല്ലോ, ആത്മാർത്ഥ സ്നേഹം എന്ന് പറയാനുണ്ടല്ലോ നിങ്ങളുടെ സ്റ്റോറി തന്നെ കേട്ടോ. കാരണം ഇപ്പോഴത്തെ ആളുകൾ എല്ലാവരും നല്ല, ചില ആളുകൾ സ്നേഹിക്കും, വീട്ടുകാരൊരു ഡൈനിങ് ടേബിളെ ഫുഡ് മേടിച്ചു കൊടുത്താൽ ഇടി അവനെ വിട്ടേക്കാൻ പറഞ്ഞാൽ ഓക്കെ മമ്മി ബായ്. പക്ഷെ നിങ്ങളുടെ ആ ഒരു കാര്യം പുള്ളിയും വിട്ടുകൊടുത്തില്ല, വിസ്മയും വിട്ടുകൊടുത്തില്ല. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് എന്തുകൊണ്ടായി ക്ലൈമാക്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ വാപ്പ എല്ലാവരുമായിട്ട് ഇക്കയുടെ വീട്ടിലാണ് ഞാൻ പോയത്. അപ്പൊ ഇക്ക വിളിച്ചിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുന്നത്, ഞങ്ങൾ എറണാകുളത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാപ്പായും ഇക്കായും അണ്ണൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡൊക്കെ വന്ന് അരിച്ച് തപ്പി നോക്കി. എല്ലായിടം വന്ന് നോക്കിയപ്പോഴത്തേക്കും കാണാനില്ല. അങ്ങനെ 2 ദിവസം ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരിടത്തും പോയിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിൽ നേമത്തെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വാപ്പാടെ കുറേ ഫ്രണ്ട്സ്, പള്ളിക്കാർ, പിന്നെ പാർട്ടിക്കാർ, എൻ്റെ ചേട്ടൻ ജിമ്മിൽ അപ്പൊ ജിമ്മിലെ കുറെ ജിമ്മന്മാരും എൻ്റെ കുറെ ചേട്ടന്മാരും മാമന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ പേര്, ഒരു വീട് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. വന്നിട്ട് എന്നെ അതിക്കാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ കൊണ്ടുപോട്ടെ. ഇക്ക പറഞ്ഞു അവള് നിങ്ങളെ കൂടെ വരുവാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു നീ വാപ്പായുമായി വരുമ്പോൾ നീ പോവല്ലേ, എൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നിന്റെ ഇഷ്ടം എന്താണ് നീ അതുപോലെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് ഉറപ്പുണ്ടോ ഞാൻ പോവില്ല. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഓരോരുത്തരായിട്ട് എന്നെ വിളിച്ചിട്ട് ബ്രെയിൻ വാഷ് ചെയ്യായിരുന്നു. നീ വാ മോളെ, നിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് നിന്നെ ഞാൻ അവനെ തന്നെ കല്യാണം കഴിപ്പിച്ച് തരാം. അപ്പൊ അതല്ല പ്ലാൻ എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾ ഒന്നിക്കുന്നു എല്ലാവരുടെ സമ്മതത്തോടെ. അങ്ങനെ പിന്നെ വാപ്പ ഞാൻ വരൂലെന്ന് വാപ്പാക്ക് ഉറപ്പായി. പിന്നെ വാപ്പ ജമാഅത്തിൽ പള്ളി പരമായിട്ട് അങ്ങോട്ടും ജമാഅത്തിൽ പേപ്പറൊക്കെ അയച്ച് പള്ളിയിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് കല്യാണത്തിന്, എൻ്റെ ഇക്കടെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ പോയി. അങ്ങനെ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയൊക്കെ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായി. കുടുംബക്കാർ തന്നെയാണ്, കുടുംബക്കാർ ഇപ്പോഴും നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, ബിസ്മിയെ മനസ്സിലാക്കുന്ന വ്യക്തിയല്ലേ പുള്ളിയെ ബിസ്മിയെ മനസ്സിലാക്കുന്നു. അതിൽ പല സന്തോഷം എന്തോ അല്ലേ, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ ഒരു ചെവി കെട്ടങ്ങ് വിടുവാന്നേ ഉള്ളൂ. അപ്പം ബിസ്മി ഒരു പാട്ടുകാരി ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുക, ഇപ്പം ഇത്രയും ബിസ്മിയുടെ കഥകൾ ഞാൻ കേട്ടു. എനിക്ക് വേണ്ടിയോ പ്രേക്ഷകർക്ക് വേണ്ടിയോ അല്ല ഇനി പാട്ട് പാടിത്തരണ്ടേ. നമ്മളെ ആ ചങ്ക് പോലെ കൂടെ നിൽക്കുന്ന മച്ചാന് വേണ്ടി ഒരു പാട്ട് പാടിത്താ കേൾക്കണം, ഞങ്ങൾക്ക് കേൾക്കണം. ഇഷ്ടമോതിടുവാൻ പെണ്ണ് മടിയെന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറ ഞാൻ വന്നിടാം നീ എൻ്റെതാകുമോ, സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എൻ്റെ പെണ്ണായി നീ വന്നിടുമോ. ഇവിടെ ഭർത്താവിന് വേണ്ടി ബിസ്മി പാട്ട് പാടിയപ്പോൾ ഒരു കുഞ്ഞു വോയിസ് ഞാൻ കേട്ടു. ബിസ്മി കേട്ടായിരുന്നോ? നമ്മുടെ മിടുക്കനാ പാടിയത്. കുട്ടാപ്പി നമുക്ക് ഒരുമിച്ച് പാടിയാലോ? എന്തുവായിരുന്നു വരി? എത്ര നാള് കാത്തിരുന്ന്. അപ്പൊ നമുക്ക് പാടാവേ. ഇത് ആർക്ക് വേണ്ടിയാ പാടുന്നേ? പാപ്പച്ചിക്ക് വേണ്ടി. ഓക്കെ, സെറ്റ്. ഓക്കെ, പാടാം. 1 2 3 ഇഷ്ടമോതിടുവാൻ പെണ്ണ് മടിയെന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറ ഞാൻ വന്നിടാം നീ എന്റേതാകുമോ, സ്നേഹക്കടലായി നീ എന്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എന്റെ പെണ്ണായി വന്നിടുമോ.
നേരമോ എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്ന് മിണ്ടുവാൻ എന്റെ മണവാട്ടി പെണ്ണാണു നീ എന്റെ മണവാട്ടി പെണ്ണാണു നീ എന്റെ വേരാമ്പൽ കിളിയാണു നീ എന്റെ പൊന്നാമ്പൽ പൂവാണു നീ. പൊളി പൊളി മച്ചാനെ, എന്നാ പൊളിയാണ് ഉമ്മ. ആ അപ്പം ബിസ്മിയുടെ കഥകൾ ഇത്രയും നേരം നമ്മൾ കേട്ടു, നമ്മുടെ പ്രേക്ഷകരും കേട്ടു. അപ്പോഴെല്ലാം ബിസ്മി പറയുന്ന രണ്ട് വ്യക്തികളുണ്ട്, ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ബിസ്മിയുടെ ഹസ്ബൻഡുണ്ട്. അപ്പോൾ ഈ നിലവിൽ ഇവിടെ ഉള്ള നമ്മുടെ ആ ചങ്ക് പോലെ കൂടെ നിൽക്കുന്ന ഉമ്മയും ഭർത്താവിനെയും വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ. ഉമ്മ, മച്ചാനെ നമസ്കാരം. ആദ്യം തന്നെ ബിസ്മി നിങ്ങളെ പറ്റി പറഞ്ഞതിനൊരു കയ്യടി നമ്മുടെ വക. കാരണം ഒരു ഭർത്താവ് എന്ന നിലയിൽ അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് കൂട്ടുകാരനാണോ ചോദിച്ചാൽ കൂട്ടുകാരനാണ്, ഭർത്താവാണോ ചോദിച്ചാൽ ഭർത്താവാണ്, അല്ലേ? എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. ഉമ്മ, ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞതിൽ. സന്തോഷം, എനിക്കും സന്തോഷമുണ്ട്. എൻ്റെ മോൾ ഇവിടം വരെ എത്തിയല്ലോ എന്നുള്ളൊരു ഇതിൽ. അന്ന് കളിയാക്കി പുച്ഛിച്ച് തള്ളിയവരൊക്കെ ഒരുപാട് പേരുണ്ട്, ഇന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടല്ലേ? ഒരുപാട് കമന്റ് വന്നപ്പോഴൊക്കെ ഞാൻ നിർത്താൻ വേണ്ടി പറഞ്ഞു അവളടുത്ത്. എന്നുവെച്ചാൽ സഹിക്കാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾക്ക്. അപ്പൊ അതിൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അതെല്ലാം മാറും. ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോൾ അതെല്ലാം മാറും. ബിസ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ടൊക്കെ ഉമ്മ എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോകുമ്പം മറ്റുള്ളവർക്ക് ഒരു നാണംകേടാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത്രയും ബോൾഡായിട്ട് ജീവിക്കുമെന്ന് എപ്പോഴും ഉമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട് ബിസ്മി? എനിക്ക് കുറച്ച് അവളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ യൂട്യൂബായിട്ട് അവൾ ആയപ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഒരിടത്തും തളരൂല, തൻ്റെ ഇടത്തോടെ ഇതിൽ നിൽക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം ഉമ്മയുടെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. മച്ചാനെ, പ്രണയിച്ചത് അറിഞ്ഞു, ഇഷ്ടമെന്ന് പറഞ്ഞു അറിഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് അറിയാമോ? സ്നേഹിച്ച ആളെ കല്യാണം കഴിച്ചു, അത് ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ശരിക്കും ബിസ്മി ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്തൊക്കെയാ? പ്രത്യേകിച്ച് ഒരു കാരണം അങ്ങനെ പറയത്തൊക്കെ ഒന്നുമില്ല. പിന്നെന്താ, എനിക്ക് പണ്ട് തൊട്ടേ എൻ്റെ ഒരു മനസ്സിലാഗ്രഹമാണ് ഒരു അടക്കം ഒതുക്കമായിട്ടുള്ള ഒരു കൊച്ചിനെ നോക്കി സ്നേഹിച്ച് കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, മനസ്സിന് ഇണങ്ങിയ ഒരാൾ. പിന്നെ അങ്ങനെ പോയി വീട്ടിൽ പോയി ചോദിച്ചു, കെട്ടിച്ച് തരൂല പറഞ്ഞിരുന്നല്ലോ പുള്ളിക്കാരി നേരത്തെ. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ലാസ്റ്റ് ഞാൻ ഇറക്കി കൊണ്ടുവരേണ്ടി വന്നു. ബിസ്മിക്ക് ബ്രോയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ബ്രോയിൽ ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ എന്നെ നോക്കുന്നുണ്ട്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്നെ നല്ലോണം തന്നെ നോക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് നീ ചെയ്യുന്നത് ശരിയല്ല, അത് നാളെ ഭാവിയിൽ നിനക്ക് ദോഷമായിട്ട് വരും എല്ലാം പറഞ്ഞു തരും. നേരത്തെ ചിന്തിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും ഒരു കാരണം നേരത്തെ ചിന്തിച്ച് ഇന്ന കാര്യങ്ങൾ നിനക്കുണ്ടാവും, നീ അവിടെ എങ്ങനെ പറയണം, അവിടെ എങ്ങനെ പറയരുത് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ നേരത്തെ പറഞ്ഞു തരാറുണ്ട്. ഈ കമന്റ് ഒക്കെ വരുമ്പോൾ വായിക്കാറുണ്ടോ മച്ചാൻ? അത് അദ്ദേഹത്തിന്റെ അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്റെ പറയും. അപ്പൊ ഞാനും പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് നീ അങ്ങ് ചെയ്തോളും. അടിപൊളി. അപ്പൊ ഇനി മുന്നിലുള്ള ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും ആഗ്രഹിച്ചതുപോലെ തന്നെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. അപ്പൊ നല്ലൊരു അടിച്ചുപൊളി പാട്ടോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഏത് പാട്ടാ പാടുന്നേ? ഈ പാട്ട് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക? പ്രേക്ഷകർക്ക് വേണ്ടിയാണോ? എല്ലാവർക്കും വേണ്ടി. ഓക്കെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. ഓക്കെ. മാണിക്യമലരായ പൂവി മഹദിയായ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹദിയായ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. നീ ഇപ്പം പാടിയത് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയാണോ? കിട്ടത്തില്ല, തരത്തില്ല. അപ്പം അച്ഛനെ, ഉമ്മ, ബിസ്മി, കുട്ടാപ്പി, എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനി മുന്നോട്ട് വെച്ചടി കയറ്റമാവട്ടെ, ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.